നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി. സർവശക്തനായ ദൈവത്തിന് മഹത്വം. ഒരു സാധ്യതയും കൽപ്പിക്കാത്തിടത്ത് ദൈവം സാധ്യത കൽപ്പിക്കുന്നു. മനുഷ്യനും ലോകവും സാഹചര്യങ്ങളും ചേർന്ന് ഉണ്ടാക്കുന്ന പല മേഖലകളെയും അസാധുവാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം സാധ്യതകളെ കൽപ്പിക്കുന്നു. തിരുവചനത്തിൽ ലുദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുന്നുണ്ട്. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടി. ആ കൂട്ടത്തിൽ പുഴവക്കത്ത് സുവിശേഷം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ലുദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഹൃദയം തുറക്കുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. ഹൃദയം തുറക്കുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ലുദിയ. അസാധ്യമായിരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ വിൽക്കുകയും രക്താംബരം വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ തൻ്റെ കസ്റ്റമേഴ്സ് പണമുള്ളവരാണ്, ധനികരാണ്. അവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു വ്യക്തിയാണ് ലുദിയ. ജീവിതം നന്നായി കരുപിടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലുദിയ. എന്നാൽ ഈ വചനം അങ്ങോട്ട് ചെന്നപ്പോൾ തൻ്റെ ഹൃദയം തുറന്നു. അസാധ്യം എന്ന് തനിക്കും ചുറ്റുപാടുമുണ്ടായിരുന്നവർക്കൊക്കെ തോന്നിയ ഒരു ഹൃദയത്തെ ദൈവം തുറന്നു. പ്രിയപ്പെട്ടവരെ, ലുദിയയുടെ ഹൃദയം തുറക്കുമ്പോൾ തനിക്ക് വേണ്ടി മാത്രമല്ല ഇനി പിന്നീട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്, മറിച്ച് തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നവരെല്ലാവരും സ്നാനപ്പെട്ടു ദൈവരാജ്യത്തോടുകൂടെ ചേർന്നു എന്ന് നാം കാണുന്നു. മാത്രമല്ല, ദൈവദാസന്മാരെയും ശുശ്രൂഷകരെയൊക്കെ കൈക്കൊള്ളുവാനും തൻ്റെ ഭവനം അതിന് ഒരു മുഖാന്തരമാകുവാനും ദൈവം ലുദിയയുടെ ഹൃദയത്തെ വിശാലമാക്കി. മാത്രവുമല്ല, പിന്നീട് ചരിത്രം പഠിപ്പിക്കുന്നത് യൂറോപ്പ് എന്ന് പറയുന്നൊരു ഭൂഖണ്ഡത്തിൻ്റെ തന്നെ വാതിൽ സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ടത് ലുദിയയിൽ കൂടിയാണ് എന്നും നാം കാണുന്നു. തൻ്റെ ഹൃദയം തുറന്നപ്പോൾ, അസാധ്യമായിരുന്ന തൻ്റെ ഹൃദയം തുറന്നപ്പോൾ ദൈവത്തിന് പലതും ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നിട്ടുണ്ടോ? ദൈവത്താൽ തുറക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. ഇതുവരെയും ചെയ്തെടുക്കുവാൻ കഴിയാത്ത പല മേഖലകളും നിങ്ങൾ ചെയ്തെടുക്കുവാൻ തുടക്കം കുറിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ലുദിയയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. കാരണം ഹൃദയം തുറന്നതാണ് കാര്യം. ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. എന്തിനു വേണ്ടിയാണ് ഹൃദയം തുറക്കേണ്ടത്? വചനത്തോടും പരിശുദ്ധാത്മാവിനോടും ഉണർവിനോടും പ്രാർത്ഥനയ്ക്കും ദൈവ സാന്നിധ്യത്തിനൊക്കെ ഉള്ള കൊതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ഇടപഴകലിനായും സഹവാസത്തിനായും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് വേണ്ടിയും നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. എൻ്റെ ചിന്തകളല്ല, നമ്മുടെ ചിന്തകളല്ല. നമുക്ക് ചിന്തകൾ, നമ്മുടെ ഹൃദയമൊക്കെ വളരെ ബാലിശമാണ്. ജഡീകമായ ഇച്ഛകൾ മാത്രമുള്ളതാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ നൽകരുത്. മറിച്ച് ദൈവത്തിൽ കൂടെ ഹൃദയം തുറക്കുമ്പോൾ ജീവിതത്തിൻ്റെ ദിശ തന്നെ ദൈവം മാറ്റിമറിക്കും. ദൈവത്തിനുള്ളതിനു വേണ്ടി, ഉണർവിന് വേണ്ടി ഈ അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ വക്താക്കളായി ജീവിക്കുവാൻ നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.